LPSC ടോക്സിലേക്ക് എവർക്കും സ്വാഗതം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികൾ തുടർച്ചയായി LPUP ഇന്റർവ്യൂകൾ ചോദിച്ചു വരുന്ന നിങ്ങൾക്ക് ഏവർക്കും പല സോഴ്സിൽ നിന്നും ലഭ്യമായതുമായ വിദ്യാഭ്യാസ പദ്ധതികളെ ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള ചെറിയ നോട്ടുകളാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിൽ ചെറിയ കോഡുകളൊക്കെ വെച്ചിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തന്നെ കരുതുന്നു. ഒരുപാട് ലാഗ് അടുപ്പിക്കാതെ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് വൺ, G-Suite. പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനും അധ്യാപകരുമായി നേരിട്ട് ആശയവിനിമയത്തിനുമായി കൈറ്റിൻ്റെ മേൽനോട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് G-Suite എന്നത്. അതായത് സാധാരണ പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് ഓൺലൈനിലൂടെയാണ് അധ്യാപകരുമായിട്ട് ആശയവിനിമയം നടത്തുന്നത്. അതായത് അവർ കുറച്ച് ഇത്തിരി കൂടി ഒരു അടുത്ത ലെവലിലേക്ക് ആ കുട്ടികൾ കടന്നു. ഈ പൊതുവിദ്യാലയത്തിലെ കുട്ടികൾ ഒരു തട്ട് മുകളിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ആ പേരൊന്ന് നമുക്ക് കണക്ട് ചെയ്യാം. സ്യൂട്ട് ഇട്ടു എന്നൊരു ഇതിൽ, അതായത് സാധാരണ കുട്ടികൾ തന്നെ കുറച്ചും കൂടി അടുത്തൊരു ലെവലിലേക്ക് കടക്കുമ്പോൾ അവർ സ്യൂട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തികളാണെങ്കിലും ഒരു നല്ലൊരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ സ്യൂട്ട് ഇടും എന്നുള്ളൊരു ഇതിൽ അങ്ങനെ അധ്യാപകരുമായിട്ട് അവരെ ആശയവിനിമയത്തിനായി കൈറ്റിൻ്റെ മേൽനോട്ടത്തിലാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. സെക്കൻഡ് വൺ, സജ്ജം. വിദ്യാർത്ഥികൾ ഓൺലൈൻ ഗെയിമിലും മറ്റ് ചതിക്കുഴികളിലും വീഴുന്നത് തടയുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കരിയർ ഗൈഡൻസ് സെൽ നയിക്കുന്ന ക്യാമ്പയിനാണ് സജ്ജം എന്ന് പറയുന്നത്. കരിയർ ഗൈഡൻസ് സെല്ലാണ്. സെല്ലിലുള്ളവർ അല്ലെങ്കിൽ ആ സെല്ലിലുള്ള ആളുകൾ എപ്പോഴും സജ്ജരായിരിക്കും. ആരും തന്നെ ആ സെല്ലിന് പുറത്തേക്ക് പോകാതിരിക്കുക. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ ഓൺലൈൻ ഗെയിമിലോ ചതിക്കുഴികളിലോ വീഴുന്നത് തടയാൻ ഈ സെല്ലിലുള്ളവർ എപ്പോഴും സജ്ജരായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു കണക്റ്റിംഗ് പോയിന്റ്. സജ്ജം എന്ന് പറയുന്നത് ഓൺലൈൻ ഗെയിമിലും മറ്റ് ചതിക്കുഴികളിലും വീഴുന്നത് തടയാനായി കരിയർ ഗൈഡൻസ് സെൽ നയിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. നെക്സ്റ്റ് വൺ, സഫലം. സിമ്പിളാണ്. SSLC ഫലം അറിയുന്നതിനുള്ള വെബ്സൈറ്റാണ് സഫലം എന്നത്. ഫോർത്ത് വൺ, സമേതം. കേരളത്തിലെ LP-UP ഹൈസ്കൂൾ സർക്കാർ തലത്തിലെയും എയ്ഡഡ് സ്കൂളിലെയും ക്ലാസുകൾ, പ്രധാന അധ്യാപകർ, മറ്റ് അധ്യാപകർ, മീഡിയം, വിജയശതമാനം തുടങ്ങിയ എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്ന വെബ്സൈറ്റാണ് സമേതം എന്ന് പറയുന്നത്. സമേതം നമുക്ക് പറയാം എല്ലാവരും സമേതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കൂട്ടായ്മ, അതായത് ഇവിടെ എല്ലാവരുടെയും, അതായത് ഒരു സ്കൂളിലെ തന്നെ LP-UP ഹൈസ്കൂൾ സർക്കാർ തലത്തിലെ, അതുപോലെ കുട്ടികളെ മാത്രമല്ല അധ്യാപകരുടെയും, അതുപോലെ തന്നെ അവരേത് മീഡിയത്തിലാണ് പഠിക്കുന്നത്, അവരുടെ വിജയശതമാനം എല്ലാം അടങ്ങുന്ന ഒരു വെബ്സൈറ്റ്. ഇത് കൈറ്റ് തന്നെയാണ് വികസിപ്പിച്ചെടുത്തത്, സമേതം. നെക്സ്റ്റ് വൺ, സമ്പൂർണ്ണം. കുട്ടികളുടെ സമ്പൂർണ്ണ വിവരം. സമ്പൂർണ്ണം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ ലഭിക്കാൻ എന്ന് ആലോചിക്കുക. കൈറ്റ് വികസിപ്പിച്ചെടുത്ത ഒരു പോർട്ടൽ തന്നെയാണിത്. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ കുട്ടികളുടെ വിവരങ്ങൾ, അവരുടെ TC, യൂണിഫോം, പാഠപുസ്തകം എന്നീ അടിസ്ഥാന വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള വെബ്സൈറ്റാണ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ സിസ്റ്റം, അതായത് FOSS, ഈ ഒരു സോഫ്റ്റ്വെയർ പ്രകാരമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സമ്പൂർണ്ണം എന്നത് കുട്ടികളുടെ സമ്പൂർണ്ണ വിവരവും, എന്നാൽ സമേതം എന്ന് പറയുന്നത് സ്കൂളിന് ടോട്ടലായിട്ട് എല്ലാ അധ്യാപകരടക്കം എല്ലാ വിവരങ്ങളും ഉൾപ്പെട്ടതുമാണ്. നെക്സ്റ്റ് വൺ, കൂൾ. KOOL, കൂൾ. കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ്. കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് ആണ് കൂൾ. അധ്യാപന സമയം നഷ്ടപ്പെടാതെ അധ്യാപകർക്ക് ഓൺലൈനായിട്ട് പരിശീലനം നൽകുന്ന പരിപാടിയാണ്. ഇതിനെ തുടർന്ന് ഒരു എക്സാം ഉണ്ടായിരിക്കും. അധ്യാപകർക്ക് പ്രൊബേഷൻ പീരീഡ് അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് ഈ കൂൾ എക്സാം പാസ്സാവണം. ഓൺലൈൻ, അതായത് IT മേഖലയിൽ ഒത്തിരി പരിചയം ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. അതവർക്ക് കോഴ്സായിട്ട് നൽകുന്നു. അത് കഴിഞ്ഞൊരു ചെറിയ എക്സാമൊക്കെ ഉണ്ട്. ഇതിനെയാണ് കൂൾ എന്ന് പറയുന്നത്. കൂൾ എക്സാം എഴുതാൻ ടീച്ചർമാർ പോണത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ, നാട്ടരങ്ങ്. പിന്നോക്ക വിദ്യാർത്ഥികൾ നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായി
കോവിഡ് കാലത്ത് സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച പദ്ധതിയാണ് നാട്ടരങ്ങ്. പിന്നോക്ക വിദ്യാർത്ഥികൾ നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. അതിൻ്റെ കോവിഡ് സമയത്താണ് സമഗ്ര ശിക്ഷ കേരളം ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ഒറ്റയ്ക്കല്ല, ഒപ്പമുണ്ട്. കോവിഡ് കാലത്ത് കുട്ടികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാനായി ആരംഭിച്ച പദ്ധതി. മാനസിക സംഘർഷം ഒഴിവാക്കാനായി നമ്മൾ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികളോട് നീ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട്, വിഷമിക്കണ്ടെന്ന് പറയുമല്ലോ, അതന്നെ ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് എന്ന് കേട്ടാൽ തന്നെ കുട്ടികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ, ഐഡിയൽ ലാബ് പദ്ധതി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ലാബുകൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതിയാണ് ഐഡിയൽ ലാബ് പദ്ധതി. ലാബ് ഐഡിയൽ ആയിട്ടുള്ളൊരു ലാബ് നിർമ്മിക്കുക, അതാണ് രാജ്യാന്തര നിലവാരത്തിലേക്ക്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ലാബുകളാണ് ഈ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. നെക്സ്റ്റ് വൺ, സർഗവിദ്യാലയം. കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിനായി സമഗ്ര ശിക്ഷ അഭിയാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. അതായത് കുട്ടികൾക്ക് പാട്ട്, കവിത, ഡാൻസ് ഏതിലാണ് കുട്ടികളുടെ താല്പര്യം, കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കുക. അതിനുവേണ്ടി അവരുടെ സർഗശേഷി ഏത് മേഖലയിലായാലും അത് വികസിപ്പിക്കാനുള്ളതാണ് സർഗവിദ്യാലയം. രസക്കൂട്ട്. പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ആകാശവാണി വഴി SSK നടത്തുന്ന വിനോദ വിജ്ഞാന പരിപാടിയാണ്. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്കാണ്, എടുത്തു പറയണം, രസക്കൂട്ട്. കുട്ടികൾ രസമായിട്ടുള്ള, കാണാനായാലും എല്ലാത്തിനും നല്ല രസമുള്ളത് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളെയാണ്. ഒന്ന് ഒരുങ്ങി വന്നാൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള നല്ല രസമുള്ള കുട്ടികൾ അവർ തന്നെയാണ്. ക്ലാസ് എടുക്കാനും ഏറ്റവും രസകരമായിട്ടുള്ളത് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ ആ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് ആകാശവാണി വഴി SSK നടത്തുന്ന വിനോദ വിജ്ഞാന പരിപാടിയാണ് രസക്കൂട്ട്. ലാസ്റ്റ് വൺ, വഴികാട്ടി. വിക്ടേഴ്സ് ചാനലിൻ്റെ ഫസ്റ്റ് ബെൽ ക്ലാസ്സിന് ശേഷം ടീച്ചർമാർ കുട്ടികൾക്കായി നൽകി വരുന്ന ആക്ടിവിറ്റി ഷീറ്റ്. അതായത് നമുക്ക് കോവിഡിൻ്റെ സമയത്തുണ്ടായിരുന്ന ഫസ്റ്റ് ബെൽ ക്ലാസ്സിന് ശേഷം ടീച്ചർമാർ കുട്ടികൾക്കായിട്ട് അവരുടെ വഴി, അതായത് തുടർന്നുള്ള പഠനത്തിനൊരു വഴികാട്ടിയായി നൽകുന്ന ഒരു ആക്ടിവിറ്റി ഷീറ്റാണ് വഴികാട്ടി എന്ന് പറയുന്നത്. ഇത്രയും പദ്ധതികളെ കുറിച്ചാണ് ആദ്യത്തെ ക്ലാസ്സിൽ പറയുന്നത്. ചെറിയ ചെറിയ ഒരു കണക്റ്റിംഗ് ലിങ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടമൊക്കെ കേൾക്കുമ്പോഴേക്കും ഇത് ആ ലിങ്കോട് കൂടി ആ ഒരു ലിങ്ക് വെച്ച് നമുക്ക് ഓർക്കാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി എഴുതി വെച്ച് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയമുള്ളൂ നമ്മുടെ ഇൻ്റർവ്യൂവിന്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും എന്ന് തന്നെ കരുതുന്നു. താങ്ക് യു.